ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട LDC എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണെന്ന് നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്, അത് തെറ്റാണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്, അതും തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ആകെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന എങ്ങനെയാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതായത് ഈ ഒരു കേസിൽ നമുക്കൊരു നാഷണൽ ലെവലിലുള്ള ഒരു നിയമമുണ്ട്, ദേശീയ ദുരന്ത നിവാരണ നിയമം 2005. അതനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്യുന്നത്. അതിൽ കേരളത്തിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ആയത് 2007 മെയ് 4-നാണ്. മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ, പിന്നെ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭരണ നിർവഹണ സമിതി. അപ്പോൾ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതുപോലെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. നിലവിലെ 10 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, അത് ശരി. നിലവിലെ അംഗസംഖ്യ 9 അല്ല 10 ആണ്. പിന്നെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രിയാണ്. ഓക്കെ, റവന്യൂ മന്ത്രിയാണ് ഉപാധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് എടുക്കുക. നെക്സ്റ്റ്, കാലക്രമത്തിൽ എഴുതുക. കുറച്ച് നിയമങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ഏത് ഓർഡർ ആണെന്നുള്ളത് നോക്കി എഴുതണം. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത്, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ളത് പണ്ടാരപ്പാട്ട് വിളംബരമാണ്. 1865 ഈ ഒരു വിളംബരം നടക്കുന്നത്. 1865 പണ്ടാരപ്പാട്ട് വിളംബരം നടക്കുന്നത്. ആ വിളംബരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ആയില്യം തിരുനാളാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്നത് കൊച്ചി കുടിയാന്മ നിയമമാണ്. 1914 കൊച്ചി കുടിയാന്മ നിയമം വരുന്നത്. അതിനുശേഷമാണ് മലബാർ കുടിയാന്മ നിയമം 1929. അത് കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 വരുന്നത്. കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 വരുന്നത്. അപ്പൊ കറക്റ്റ് ഓർഡർ വരുന്നത് ആദ്യം പണ്ടാരപ്പാട്ട് വിളംബരം, പിന്നീട് കൊച്ചി കുടിയാന്മ നിയമം, മലബാർ കുടിയാന്മ നിയമം, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. 3, 1, 2, 4 അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളുടെ അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഓരോ വകുപ്പ് തന്നിട്ടുണ്ട്, ആ വകുപ്പിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. ആദ്യം വകുപ്പ് 2G ആണ്. 2G പറയുന്നത് ആരാണ് മുതിർന്ന പൗരൻ എന്ന് ആ ഒരു ആക്ടിൽ ഡിഫൈൻ ചെയ്യാണ്. മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരനാണ് ഒരു മുതിർന്ന പൗരനായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ വകുപ്പ് 2G ഈ ഒരു നിയമത്തില്, ഏത് നിയമം, മുതിർന്ന പൗരന്മാരുടെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007, ആ നിയമത്തിലെ വകുപ്പ് 2G പറയുന്ന മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ പൗരനാണ്. ഇനി അപ്പോ എ ഏതുമായിട്ട് മാച്ച് ചെയ്യാം? 2 ആയിട്ട് മാച്ച് ചെയ്യാം. ഇനി ബി, വകുപ്പ് 19 പറയുന്നത് വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ബി മാച്ച് ചെയ്യുന്നത് 3 ആയിട്ടാണ്. അപ്പൊ വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. അടുത്ത വകുപ്പ് 15 അതില് ആപ്ലറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം, അതാണ് വകുപ്പ് 15 പറയുന്നത്. അപ്പൊ സി മാച്ച് ചെയ്യുന്നത് 4 ആയിട്ടാണ്. ഇനി അവസാനത്ത് വകുപ്പ് 21, അത് സ്വാഭാവികമായിട്ട് ഇനി ഒരെണ്ണേ ഉള്ളൂ, 1, അതായത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്കു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വകുപ്പ് 21 പറയുന്നത്. അപ്പോൾ
ഡി മാച്ച് ചെയ്യുന്നത് 1 ആയിട്ട്. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു നിയമത്തിനെ പറ്റി കഴിഞ്ഞ LDC എക്സാമിനും ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിയമം ഇനി പരീക്ഷയ്ക്ക് പോകുന്നവർ നന്നായിട്ടൊന്ന് നോക്കി പോവുക. അതിൻ്റെ വകുപ്പുകൾ അടക്കമാണ് ഇപ്പോൾ ചോദിച്ചേക്കണേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തെറ്റാണത്. എവിടെയാണെന്ന് നമുക്ക് പറയാം. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. അത് ശരിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരങ്ങളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. അതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1 മാത്രമാണ് ഇതിൽ തെറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു എന്താണ് ഇതിലെ തെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ആദ്യമായി കേരളത്തിലെ പാലക്കാട്, വയനാട് ജില്ലകളിലായി 2006 ഫെബ്രുവരി 2 നടപ്പിലാക്കി. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നടപ്പിലാക്കുന്നത് ഏത് ജില്ലകളിലാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടും വയനാടുമാണ്. 2006 ഫെബ്രുവരി 2 ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. അതിനുശേഷം 2007 ഏപ്രിൽ 1 ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം 2008 ഏപ്രിൽ 1 കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിലേക്കും ഈ ഒരു പദ്ധതി വ്യാപിപ്പിച്ചു. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരളത്തിലെ പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. അതിനുശേഷം അത് 2006 ഫെബ്രുവരി 2 പിന്നെ 2007 ഏപ്രിൽ 1 ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം 2008 ഏപ്രിൽ 1 കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിച്ചത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ആദ്യം നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് എന്നായിരുന്നു. പക്ഷെ അത് തെറ്റാണ്. ആദ്യം നടപ്പിലാക്കിയത് എവിടെയാണ്? പാലക്കാട്, വയനാടാണ്. 2ാം ഘട്ടത്തിലാണ് ഇടുക്കിയിലും കാസർഗോഡിലും നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അതിനെ കുറിച്ച് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് റൂളിലാണെന്നാണ് പറയുന്നത്. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾ 1960. അതിലെ ഭാഗം 5ലാണ് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത്, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ്? ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതി എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനായി ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ആരാണ് ഇത് ആരംഭിച്ചത്? ഏത് വകുപ്പാണ്? ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പാണിത് ആരംഭിച്ചത്. ഈ സ്കീമിന് കീഴിൽ 2005 മാർച്ച് 31 അതിനു മുൻപോ 2 വർഷത്തേക്ക് ഒരു അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അതായത് അടുത്ത വർഷം 2025 മാർച്ച് 31 അല്ലെങ്കിൽ അതിനു മുൻപോ ഉള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഈ രീതിയിലുള്ള ഒരു അക്കൗണ്ട് തുറക്കാം. ആ അക്കൗണ്ട് 2 വർഷത്തേക്കായിട്ടാണ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുക. MSSCക്ക് കീഴിലുള്ള നിക്ഷേപത്തിന് പ്രതിവർഷം 7.5% എന്ന നിരക്കിൽ പലിശ ലഭിക്കും. അപ്പോൾ ഒരു വർഷം 7.5% ഈ ഒരു സ്കീമിൽ നിക്ഷേപത്തിന് കിട്ടുന്ന പലിശ. ഇനി എത്ര രൂപ വരെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം? കുറഞ്ഞത് 1000 രൂപയും 100ന്റെ ഗുണിതത്തിലുള്ള ഏത് തുകയും പരമാവധി 2 ലക്ഷം എന്ന പരിധിക്കുള്ളിൽ നിക്ഷേപിക്കുക. അതായത് കുറഞ്ഞത് 1000 രൂപ, പിന്നെ 100ന്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ മാക്സിമം 2 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കാം. മാക്സിമം 2 വർഷമാണ് അതിന്റെ കാലാവധി വരുന്നത്. 7.5% ഒരു വർഷത്തെ പലിശ വരുന്നത്. 2025 മാർച്ച് 31 അതിനു മുൻപോ ആണ് ഈ ഒരു സ്കീമിൽ പെട്ടിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2024
കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഏത്? ഉന്നതി മിഷൻ എന്ന് പറയുന്നത്. കേരള ബഡ്ജറ്റ് 2024 ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരിക്കുന്നത്, മെലാറ്റോണിൻ. പക്ഷെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു കൺഫ്യൂഷനുള്ള ആൻസർ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ പഠിച്ചിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക 34ന്റെ ആൻസർ ഏതാണെന്നുള്ളത്. അത് ചിലപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ തിരുത്താൻ സാധ്യതയുള്ള ഒരു ആൻസർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഈ മൂന്നുമാണ് ഇന്ത്യയിലുള്ള 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഏതൊക്കെയാണ്? ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഇനി താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? നോക്കാം. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. ജീവകം സി എന്ന് പറയുന്നത് പാലിലും മുട്ടയിലും ഇല്ലാത്തൊരു ജീവകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷനാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി നോക്കാം നമുക്ക് ജീവകം സിയുമായി ബന്ധപ്പെട്ടതാണോന്ന്. ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം സി ആണ്. അത് ശരിയാണ്. യുവത്വം നിലനിർത്തുന്ന ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നതും ജീവകം സി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ജീവകം സിയുടെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ എ, പാല്, മുട്ട എന്നിവയിൽ കാണുന്ന ജീവകം സി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? വർണ്ണാന്തത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചുവപ്പ്, പച്ച തുടങ്ങിയിട്ടുള്ള നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് അവരുടെ കോൺകോശങ്ങൾക്ക് ഉണ്ടാവുന്ന തകരാറ് മൂലമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വർണ്ണാന്തത ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവരെ സൈന്യത്തിലും പിന്നെ ഡ്രൈവർ, പൈലറ്റ് മുതലായിട്ടുള്ള ജോലികൾക്കൊന്നും തിരഞ്ഞെടുക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം, അതായത് തലച്ചോറിലെ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് ഇതിൽ? ഓപ്ഷൻ സി ആണ്, EEG. എന്താണ് EEGയുടെ ഫുൾ ഫോം? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് ഏത്? EEG എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കിയേ. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ECG എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രഫിയാണ്. അതായത് നമ്മുടെ ഹൃദയത്തിലെ വൈദ്യുത സിഗ്നലുകൾ അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ECG എന്ന് പറയുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത് തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുന്നതാണ്. പിന്നെ CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. നിങ്ങൾ എപ്പോഴും CT സ്കാൻ എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അപ്പൊ CT സ്കാന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ശരീരത്തിലെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ ഒക്കെ 3D ഇമേജുകൾ രൂപീകരിക്കാനായിട്ടുള്ള ഒരു സ്കാനിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് CT സ്കാൻ അഥവാ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത MRI സ്കാൻ ആണ്. MRI സ്കാനിന്റെ ഫുൾ ഫോം മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് എന്നാണ്. MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് സ്കാൻ എന്നുള്ളതാണ്. അത് കൂടുതലും ഇതുപോലെ തന്നെയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ സ്കാനാണ് അതിൽ ചെയ്യുന്നത്. കൂടുതലും ട്യൂമർ പോലെയുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MRI സ്കാൻ നമ്മൾ നടത്താറുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? ഓരോന്നായി നോക്കാം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ശരിയാണ്. അതായത് ടാർഗറ്റഡ് സെൽസിന് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാവുന്നത്. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. അതും ശരിയാണ്. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്ന് വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. ശരിയാണ്. ഇനി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യത്തെ എല്ലാം ശരിയാകുമ്പോൾ തെറ്റായിട്ടുള്ള അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു.
ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആസ്ട്രാസെനക്ക. അപ്പോൾ ആസ്ട്രാസെനക്കയാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന COVID-19 വാക്സിൻ നിർമ്മിച്ചത്. ആ വാക്സിനാണ് അടുത്തിടെ വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്. പോളോ പോണി എന്ന് പറയുന്ന ജീവിയെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് മണിപ്പൂർ സർക്കാർ ഏകദേശം 30 ഏക്കറോളം പുൽമേട് അനുവദിച്ചത്. 2024 മെയ് മാസത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. അടുത്തത്, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഓപ്ഷൻ സി സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജം. അപ്പൊ ഗതികോർജം എന്താ? ഒരു വസ്തുവിന് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയാണ് സ്ഥിതികോർജം, കൈനറ്റിക് എനർജിയാണ് ഗതികോർജം. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജം, ഒരു വസ്തുവിന് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജം ഗതികോർജം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? അപ്പോ ദർപ്പണങ്ങളുടെ കേസിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആരത്തിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ ഇവിടുത്തെ ആരം 40 ആണ്. അപ്പൊ 40ന്റെ പകുതി ആയിട്ടുള്ള 20 ആയിരിക്കും ആ ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം. F = R/2 എന്നുള്ളതാണ് ഇക്വേഷൻ. F ഫോക്കൽ ലെങ്ത്, R എന്ന് പറയുന്നത് റേഡിയസ്. അപ്പൊ ഇവിടെ റേഡിയസ് 40 ആണ്. അപ്പൊ 40/2 20 ആണ് ഫോക്കസ് ദൂരം വരുന്നത്. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? റോവറിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി പ്രഖ്യാൻ. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ റോവറിന്റെ പേര് പ്രഖ്യാൻ. അതുപോലെ ലാൻഡർ ഉണ്ട്, ലാൻഡറിന്റെ പേരെന്താണ്? അത് വിക്രമാണ്. അപ്പൊ ലാൻഡർ വിക്രമും റോവർ പ്രഖ്യാനുമാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ദ്രവ്യത്തിന്റെ ബാക്കി മുമ്പത്തെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അത് കഴിഞ്ഞ് 5ാമത് വരുന്നതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഗൺ മെറ്റൽ അടങ്ങിയ ലോഹങ്ങൾ ഏതെല്ലാം? ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് കോപ്പർ, ടിന്ന്, സിങ്ക്. അപ്പൊ കോപ്പറും ടിന്നും സിങ്കുമാണ് ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 5. അതായത് കുറച്ച് അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് ഈ ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അനുയോജ്യം. അപ്പോൾ 5 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അതായത് 5 മുതൽ ഏകദേശം ഒരു 7 വരെ, ന്യൂട്രൽ വരെ കുഴപ്പമില്ല. അപ്പോൾ 5 ആണ് ഉരുളക്കിഴങ്ങ് വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള pH. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം? ആൻസർ ഓപ്ഷൻ എ ടേബിൾ സോൾട്ട്. അപ്പോൾ ടേബിൾ സോൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണ് ഫ്രീസിംഗ് മിശ്രിതം എന്ന് പറയുന്നത്? ഒരു അതായത് വാട്ടറിന്റെ, ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കുന്ന ആ ഒരു സബ്സ്റ്റൻസുകളാണ് ഫ്രീസിംഗ് മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രീസിംഗ് മിശ്രിതമാണ്. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ചിറാൽ ബേസ് ലിക്വിഡ് സ്റ്റേറ്റ്. ചിറാൽ ബേസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് 2023 കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് സെമി കണ്ടക്ടറുമായി, അതായത് രണ്ട് സെമി കണ്ടക്ടർ ലെയേഴ്സ് എക്സ്ട്രീംലി ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ആ രണ്ട് ലെയേഴ്സിന്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് 0യിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ചിറാൽ ബേസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ രണ്ട് സെമി കണ്ടക്ടർ ലെയേഴ്സിനെ ഭയങ്കരമായിട്ട് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് ചിറാൽ ബേസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം, ബാക്കി ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.